Dear students, Assalamu alaikum. Let us start our new chapter, Comparing Quantities. 8th chapter, page number 117. Comparing Quantities. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് recalling ratios and percentage, finding increase degrees percent, estimating percent, finding cost price, selling price, profit percentage, loss percentage, sale tax, value added tax, etc. Okay. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം റീകോളിംഗ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ്. എന്താണ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ മീൻസ് കമ്പയറിങ് ടു ക്വാണ്ടിറ്റീസ് അല്ലേ. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയറിങ് ടു ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണ് 20 ആപ്പിൾസ് ആൻഡ് 5 ഓറഞ്ച്. നമുക്കുണ്ട് 20 ആപ്പിൾ 5 ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ റേഷ്യോ എങ്ങനെ എഴുതും? ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഓറഞ്ച് ടു ദി നമ്പർ ഓഫ് ആപ്പിൾസ്, നമ്പർ ഓഫ് ഓറഞ്ച് ടു ദി നമ്പർ ഓഫ് ആപ്പിൾസ്. എങ്ങനെ റേഷ്യോ എഴുതുക? 5 ഓറഞ്ചും 20 ആപ്പിൾസും ആണെങ്കിൽ നമ്പർ ഓഫ് ഓറഞ്ച് ടു നമ്പർ ഓഫ് ആപ്പിൾസ് റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതും? 5:20. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ റേഷ്യോ. ഓക്കെ, യെസ്. Then the comparison can be done by using fraction. നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. രണ്ട് ക്വാണ്ടിറ്റികൾ കമ്പയർ ചെയ്യും, നമ്മൾ റേഷ്യോ ഉപയോഗിക്കും. അപ്പോൾ ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം. 5:20 എങ്ങനെ എഴുതാം? 5/20 എന്ന് എഴുതാം. 5/20 സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/4. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റികളിലൂടെ നമ്മൾ പോവുകയാണ്. ക്വാണ്ടിറ്റികളെ പ്രൈസ് വരും, പ്രൈസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ബില്ല് പേ ചെയ്യുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജുകൾ, അതുപോലെ തന്നെ നമുക്ക് ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട ടാക്സ്, അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ബില്ലാവും, അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെ ബില്ല് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. പേജ് നമ്പർ 117 ലാസ്റ്റ്. എ പിക്നിക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ എ സ്കൂൾ ഫോർ ക്ലാസ് A7. Girls are 60% of the total number of students and are 18 in number. The picnic site is 55 kilometers from the school and the transport company is charging at the rate of 12 rupees per kilometer. The total cost refreshment will be 4280 rupees. Can you tell? അവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കറക്റ്റ് മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താണ് പറയുന്നത്? പിക്നിക്ക് പ്ലാൻ ചെയ്തു അല്ലേ. 60% ഓഫ് ഗേൾസ് ആർ 60% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്. ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ 60% ഗേൾസാണ്. അവരെത്ര ഉണ്ട് എന്നാണ് പറയുന്നത്? 18 ഗേൾസ് ആണുള്ളത്. 18 ഗേൾസ്, അത് ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 60% ആണ്. ഓക്കെ, പിന്നെ ചാർജ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 55 കിലോമീറ്റർ ആണ് ടോട്ടൽ വരുന്നത്. അവരുടെ പിക്നിക് സൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 55 കിലോമീറ്റർ ആണ്. യെസ്, ആൻഡ് ദി ട്രാൻസ്പോർട്ട് കമ്പനി ചാർജിങ് അറ്റ് ദ റേറ്റ്, ഓരോ കിലോമീറ്ററും 12 റുപ്പീ വെച്ചിട്ടാണ് ചാർജ്. ടോട്ടൽ റീഫ്രഷ്മെൻറ്റിന് എത്ര ടോട്ടൽ വരുന്നുണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ടു ദി നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദി ക്ലാസ്. ഗേൾസ് ടു ബോയ്സ്, ഗേൾസ് ടു ബോയ്സ്, ആ ക്ലാസ്സിലെ ഗേൾസിൻ്റെ ടു ബോയ്സ് റേഷ്യോ ഏതാണ്? റേഷ്യോ അപ്പോൾ നമുക്ക് എത്ര ബോയ്സ് ഉണ്ട് എന്ന് കിട്ടണം. 18 ഗേൾസ് ഉണ്ട്, ഇനി എത്ര ബോയ്സ് ഉണ്ട് എന്ന് കിട്ടണം. അപ്പോൾ എത്ര ബോയ്സ് ഉണ്ട് എന്ന് കിട്ടാൻ ടോട്ടൽ എത്ര സ്റ്റുഡൻറ്റ് ഉണ്ടെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് ആ ഒരു ഹിൻറ്റ് തന്നത് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് എക്സ് ആയിട്ട് എടുക്കുക, അതിൻ്റെ 16% നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഇൻറ്റു 16/100 = 18.
ഗേൾസ് 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ 60% ആണ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എക്സ് ആയിട്ട് എടുത്തു. അതിൻ്റെ 16% എങ്ങനെ എഴുതും? എക്സ് ഇൻറ്റു 16/100. എക്സ് ഇൻറ്റു 16/100. അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്? എക്സ് ഇൻറ്റു 16/100 ഇസ് ഈക്വൽ ടു 18. എഴുതിക്കൂടെ? കാരണം ഗേൾസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് 18 ആണെന്ന്. ആ ഗേൾസിൻ്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞാൽ 60% ആണ് ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ 60% ആണ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻറ്റ് എക്സ് ആയിട്ട് എടുക്കും. അതിൻ്റെ 60% എക്സ് ഇൻറ്റു 16/100 ഇസ് ഈക്വൽ ടു 18 എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 16 100 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് 6 എക്സ് ഇൻറ്റു 3/5 ഇസ് ഈക്വൽ ടു 18. അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ട് സൈഡിലും 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 3/5 ഇൻറ്റു 5/3 ഇസ് ഈക്വൽ ടു 18 ഇൻറ്റു 5/3. എക്സ് കിട്ടാനേ അറിയാലോ, ഇവിടെ 3/5 ആണ്. അപ്പോൾ 5/3 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 5 ക്യാൻസൽ ചെയ്ത് എക്സ് ആവും. എക്സ് ഇസ് ഈക്വൽ ടു 3 18 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 30 ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 30 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം 18 ആണെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം എന്തായിരിക്കും? 30 മൈനസ് 18 അല്ലേ? 30 മൈനസ് 18. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് 12. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോ എഴുതി കൂടെ. റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുമ്പോൾ 18:12. ഓർഡർ മാറിപ്പോകരുത്, ഗേൾസ് ടു ബോയ്സ് എന്നാണ്. അപ്പോൾ 18:12 അല്ലേ? 18:12. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18/12 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/2. ഓക്കെ, അപ്പോൾ 3:2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ക്ലിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് പെർ ഹെഡ് ഇഫ് 2 ടീച്ചേഴ്സ് ആർ ഓൾസോ ഗോയിങ് വിത്ത് ദി ക്ലാസ്. കോസ്റ്റ് പെർ ഹെഡ് ഇഫ് 2 ടീച്ചേഴ്സ് ആർ ഓൾസോ ഗോയിങ് വിത്ത് ദി ക്ലാസ്. യെസ്, ഓരോരുത്തർക്കും എത്ര ചാർജ് വരും? ഓരോരുത്തർക്കും എത്രയാണ് ചാർജ് വരിക? 2 ടീച്ചേഴ്സും പോകുന്നുണ്ട്, ടോട്ടൽ 30 സ്റ്റുഡൻസും പോകുന്നുണ്ട്. 30 സ്റ്റുഡൻറ്റും ഉണ്ട്, പിന്നെന്താണ് 30 സ്റ്റുഡൻസും 2 ടീച്ചേഴ്സും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്രയാവും ചാർജ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ചെയ്യണം? യെസ്, ഇവിടെ നമുക്ക് റീഫ്രഷ്മെൻറ്റ് ബില്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ റീഫ്രഷ്മെൻറ്റ് ചാർജും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിങ് ചാർജും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഫസ്റ്റ് ടോട്ടൽ എത്ര എമൗണ്ട് ആവുന്നുണ്ടെന്ന് നമുക്ക് കാണണം അല്ലേ? എന്നിട്ട് നമുക്ക് ഓരോരുത്തരും കണ്ടുപിടിക്കാമല്ലോ. മൊത്തം ഈ പിക്നിക്കിന് എത്ര എമൗണ്ട് ചിലവാകുന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ എമൗണ്ട് 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? മതിയല്ലോ. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ട്രാൻസ്പോർട്ടിങ് ചാർജ് ആദ്യം കാണാം അല്ലേ? ട്രാൻസ്പോർട്ടിങ് ചാർജ് ട്രാൻസ്പോർട്ടിങ് ചാർജ് എന്താ വരിക? ട്രാൻസ്പോർട്ടിങ് ചാർജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 55 കിലോമീറ്റർ ആണ് സ്കൂളിൽ നിന്ന് പിക്നിക്കിനേക്കുള്ള ഡിസ്റ്റൻസ്. ഓരോ കിലോമീറ്ററും 12 ആണ്. അപ്പോൾ 55 അങ്ങോട്ട് ടോട്ടൽ, പിന്നെ വീണ്ടും തിരിച്ചും ഇങ്ങോട്ട് വരുന്നില്ലേ? 55 വരുന്നില്ലേ? അപ്പോൾ ട്രാൻസ്പോർട്ടിങ് ചാർജ് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 55 × 2 ഇൻറ്റു ഓരോ കിലോമീറ്ററിനും 12 അല്ലേ? അപ്പോൾ 55 × 2 × 12 that is equal to 1 ton into 12 rupees. That is equal to multiply ചെയ്യുമ്പോൾ നമുക്ക് 1320 ട്രാൻസ്പോർട്ടിങ് ചാർജ് ആയിട്ട് വരുന്നത് ഇതാണ്. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് റീഫ്രഷ്മെൻറ്റ് അല്ലേ? ടോട്ടൽ എക്സ്പെൻസ്, അതായത് റീഫ്രഷ്മെൻറ്റ് ചാർജും ട്രാൻസ്പോർട്ടിങ് ചാർജും ആഡ് ചെയ്യണം.
അപ്പോൾ ബട്ട് നമുക്ക് റീഫ്രഷ്മെൻറ്റ് ചാർജ് എത്ര വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, റീഫ്രഷ്മെൻറ്റിൻ്റെ ചാർജ് തന്നിട്ടുണ്ടല്ലോ, എത്ര വരുന്നത് 4280 അല്ലേ യെസ്. റീഫ്രഷ്മെൻറ്റ് വിൽ ബി 4280. അപ്പോൾ ടോട്ടൽ എത്ര എക്സ്പെൻസ് വരുന്നത് ഈ ഒരു പിക്നിക്കിന് എന്താ വരുന്നത്? ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ എക്സ്പെൻസ് യെസ് ട്രാൻസ്പോർട്ടിംഗ് ചാർജും 4280 എന്നുള്ള റീഫ്രഷ്മെൻറ്റ് ചാർജും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ യെസ് രണ്ടും ആഡ് ചെയ്യുമ്പം 5600 റുപ്പി 5600 റുപ്പിയാണ് ടോട്ടൽ വരുന്നത്. ഈ ഒരു പിക്നിക്ക് മൊത്തമായിട്ട് വരുന്നത് എന്താണ് വരുന്നത്? 32 സ്റ്റുഡൻസിനും കൂടിയിട്ട് ട്രാൻസ്പോർട്ടിങ് ചാർജും റീഫ്രഷ്മെൻറ്റ് ചാർജും ഒക്കെ കൂടിയിട്ട് എത്ര വരുന്നത്? 5600 റുപ്പിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എത്ര കിട്ടുക? ടോട്ടൽ സ്റ്റുഡൻസ് വരുന്നത് എത്ര വരുന്നത്? 30 സ്റ്റുഡൻസ് ഉണ്ട്, ഗേൾസും ബോയ്സും, പിന്നെ 2 ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ 32. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് കാണാൻ എന്ത് ചെയ്താൽ മതി? യെസ് ടോട്ടൽ ദ എമൗണ്ട് സ്പെൻഡ് ഫോർ 1 person, the amount spent for 1 person is equal to 5600 divided by 32. 5600 divided by 32 that is equal to 175. ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയായിരിക്കും? 175 ആയിരിക്കും ഓരോരുത്തരും എടുക്കേണ്ടത്. മനസ്സിലായോ? റീഫ്രഷ്മെൻറ്റ് ചാർജും ട്രാൻസ്പോർട്ടിംഗ് ചാർജും കൂടി വരുന്നത് 5600 റുപ്പിയാണ്. അപ്പോൾ ഓരോരുത്തരും എത്ര കൊടുക്കണം? 5600 divided by 32. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇഫ് പേജ് നമ്പർ 118 നോക്കുക കേട്ടോ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ, ടോപ്പിലാ തേർഡ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റോപ്പ് ഈസ് at a place 22 kilometers from the school. What percent of the total distance of 55 kilometers is this? ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ പിന്നിട്ടു. അപ്പോൾ ഈ 22 കിലോമീറ്റർ ഡിസ്റ്റൻസും ടോട്ടൽ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ എന്താണ്? പേഴ്സൻ്റ് എന്താണ്? യെസ്, അപ്പോൾ നമുക്ക് അറിയാലോ ടോട്ടൽ പേഴ്സൻ്റ്. വാട്ട് പേഴ്സൻ്റ് ഓഫ് ദി ഡിസ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ടു ബി കവേർഡ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, what percent of the distance is left to be covered? What percent of distance is left to be covered? ബാക്കി ഇനി കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസിൻ്റെ പെർസെൻറ്റേജും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് 22 കിലോമീറ്ററിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഈ 22 കിലോമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 22 divided by ടോട്ടൽ 55. അത് തമ്മിലുള്ള റേഷ്യോ അല്ലേ? അപ്പോൾ 22 divided by പെർസെൻറ്റേജ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമുക്ക് 22/55 എന്ന് പറയാം. ഇനി ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. ഇൻറ്റു 100. ഓക്കെ, നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? 55നും 22നും സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് 100നും 55നും 5 കൊണ്ട്, ഇനി 11നും 22നും then 2 into 20 40%. Okay, answer 40%. കിട്ടിയല്ലോ. Then what percent of the distance is left to be covered? What percent of distance is left to be covered? സിമ്പിൾ അല്ലേ? ഇപ്പോൾ 40% ആണ് 22 കിലോമീറ്ററിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്താ പെർസെൻറ്റേജ്? ബാക്കി എത്ര ഉണ്ട്? 60%. ക്ലിയർ? യെസ്. The person's distance left to be traveled, the person distance left to be traveled 100% minus 40%, that is equal to 60%. Clear? Yes. നോക്കൂ the next topic, page number 120 നോക്ക്. Page number 120. Finding the increase or decrease percent. Finding the increase or decrease percent. എപ്പോഴാണ് നമ്മൾ ഇൻക്രീസും ഡിക്രീസ് പെർസെൻറ്റ് കണ്ടുപിടിക്കുക? നോക്കാം. എക്സാമ്പിൾ 2 നോക്കൂ. പേജ് നമ്പർ 120 എക്സാമ്പിൾ 2 നോക്കൂ. ദ പ്രൈസ് ഓഫ് എ സ്കൂട്ടർ വാസ് 34,000 ലാസ്റ്റ് ഇയർ. ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20% ദിസ് ഇയർ.
വാട്ട് ഈസ് ദ പ്രൈസ് നൗ? വാട്ട് ഈസ് ദ പ്രൈസ് നൗ? കണ്ടോ, ശരിക്കും സ്കൂട്ടറിൻ്റെ എത്രയായിരുന്നു പ്രൈസ്? 34,000 ആയിരുന്നു. ബട്ട് ആ വർഷം എന്ത് സംഭവിച്ചു? 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രൈസ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. പ്രൈസ് ഓഫ് സ്കൂട്ടർ എന്താണ്? പ്രൈസ് ഓഫ് സ്കൂട്ടർ 34,000 ആണല്ലോ. പ്രൈസ് ഓഫ് സ്കൂട്ടർ 34,000 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഇൻക്രീസ് ബൈ 20%. 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്രയാണ് കൂടിയതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് 20%. എത്രയാണ് കൂടിയെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, 34,000ന്റെ 20% എന്ന് പറഞ്ഞാൽ 34,000 ഇൻറ്റു 20/100. 20% അല്ല കൂടിയത്. ഈ പ്രൈസിന്റെ 20% എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, 20/100 കൊണ്ട് മൾട്ടിപ്ലൈ. ഈ 0 ക്യാൻസൽ ചെയ്യാം. 340 ഇൻറ്റു 20. 340 ഇൻറ്റു 20. അപ്പം നമുക്ക് എന്ത് കിട്ടും? യെസ്, 6800. 6800 ഇതാണ് കൂടിയ പ്രൈസ്. ആ വർഷം കൂടിയ പ്രൈസ് 6800. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് എഴുതാം? വാട്ട് ഈസ് ദ പ്രൈസ് നൗ? അപ്പോൾ ന്യൂ പ്രൈസ് ഇസ് ഈക്വൽ ടു ഓൾഡ് പ്രൈസ് പ്ലസ് ഇൻക്രീസ്. ഓൾഡ് പ്രൈസ് പ്ലസ് ഇൻക്രീസ്. അപ്പോൾ നമുക്ക് ഓൾഡ് പ്രൈസ് എന്തായിരുന്നു? 34,000 പ്ലസ് ഇൻക്രീസ് 20% എന്നല്ല. അപ്പോൾ എത്ര വരുന്നത്? 6800. രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ പ്രൈസ് കിട്ടും അല്ലേ? അതാ 40,800. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 121. An item marked at 840. An item marked at പേജ് നമ്പർ 121 നോക്കൂ. പേജ് നമ്പർ 121 എക്സാമ്പിൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. An item marked at 840. ഒരു ഐറ്റം, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് വരുന്നത്? 840 ആണ്. ബട്ട് ഈസ് സോൾഡ് ഫോർ 714 റുപ്പി. സോൾഡ് ഫോർ 714 റുപ്പി. ഇത് എത്രയ്ക്കാണ് വിറ്റത്? 714 റുപ്പി. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഇപ്പോൾ ഒരു കടയിൽ പോയി, അപ്പോൾ ശരിക്കും മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 84 ആണ്. ബട്ട് അദ്ദേഹം വിറ്റത് എത്രയ്ക്കാണ്? 714. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ആണ് കിട്ടിയത്. യെസ്, കാരണം 84 ആണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ ഡിസ്കൗണ്ട് ആണ് കിട്ടിയത്. എത്രയായിരിക്കും ഡിസ്കൗണ്ട്? ഈസി ആണ് അല്ലേ? ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 840. സെയിൽ പ്രൈസ് 714. ഇപ്പൊ ഡിസ്കൗണ്ട് കിട്ടിയില്ലേ? 126. ഡിസ്കൗണ്ട് 126. ഇപ്പൊ ഡിസ്കൗണ്ട് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? ഔട്ട് ഓഫ് 100 അല്ലേ? 100 ഔട്ട് ഓഫ് 100 മീൻ 100ലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് പറയുക. അപ്പോൾ 126ന്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ, ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ,
സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് 15 കിട്ടും. 15%. 15%. ഡിസ്കൗണ്ട് കണ്ടു. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. എക്സാമ്പിൾ 4 ഒന്ന് നോക്കൂ. എക്സാമ്പിൾ 4. എക്സാമ്പിൾ 4 എന്താ? ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് എ ഫ്രോക്ക് ഈസ് 220 rupee. A discount of 20% is announced on sales. What is the amount of discount on it and its sale price? 20% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 220. ഈ ലിസ്റ്റ് പ്രൈസ് തന്നെ കേട്ടോ മാർക്കറ്റ് പ്രൈസ്. ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാലും മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസ് എന്താണ്? 220 ആണ് അല്ലേ? ഡിസ്കൗണ്ട് 20% ആണ്. ഡിസ്കൗണ്ട് 20% ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്? എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് കാണും. അതിന് നമുക്ക് എന്ത് ഉണ്ടാൽ മതി? 220 എന്നുള്ള മാർക്കറ്റ് പ്രൈസിൻ്റെ 20%. 220 ഇൻറ്റു 20/100. 220 ഇൻറ്റു 20/100. അപ്പോൾ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? is equal to 44 rupee. 44 rupee ആണ് എന്ത് ഡിസ്കൗണ്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ സെയിൽ പ്രൈസ് എങ്ങനെ വരും? സെയിൽ പ്രൈസ് അങ്ങനെയാണെങ്കിൽ സെയിൽ പ്രൈസ് എന്ത് വരും? സെയിൽ പ്രൈസ് എങ്ങനെ വരും? സെയിൽ പ്രൈസ് എങ്ങനെ വരും? ഡിസ്കൗണ്ട് യെസ്, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. കാരണം മാർക്കറ്റ് പ്രൈസ് ശരിക്കും 220 ആയിരുന്നു. അതിൽ നിന്ന് ഡിസ്കൗണ്ട് 44 റുപ്പിയാണ്. അത് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, കാരണം 44 റുപ്പിയുടെ ഡിസ്കൗണ്ട് ആണ്. അതായത് 20% നമുക്ക് ഡിസ്കൗണ്ട് ആണ്. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 20% നമുക്ക് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ 20% 44 ആണ്. അപ്പോൾ 44 നമുക്ക് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 44 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സെയിൽ പ്രൈസ് 176. ക്ലിയർ? നോക്കൂ, നിങ്ങൾ പേജ് നമ്പർ 122 അവിടെ നോക്കൂ. എസ്റ്റിമേഷൻ ഇൻ പെർസെൻറ്റേജ്. 4 പോയിന്റുകൾ നോക്കിക്കോളൂ കേട്ടോ. റൗണ്ട് ഓഫ് ദി ബിൽ ടു ദി നിയറസ്റ്റ് ടൺ. ഒരു ബില്ല് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 577.80 and the shopkeeper give a discount 15%. How would you estimate the amount to be paid? Okay, അപ്പോൾ ഫസ്റ്റ് നോക്കാം. റൗണ്ട് ഓഫ് ദ ബിൽ ടു ദി നിയറസ്റ്റ് ടൺ ഓഫ് 577.80. റൗണ്ട് ഓഫ് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഡെസിമൽ റുപ്പിയില്ലേ അതിനെ റൗണ്ട് ചെയ്യുക നിയറസ്റ്റ് ടു ടെന്നിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ പറയാം? 580 റുപ്പി. ദെൻ ഫൈൻഡ് 10% ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ 10% എങ്ങനെ കണ്ടുപിടിക്കുക? 580 ഇൻറ്റു 10%. 580 ഇൻറ്റു 10/100 that is equal to 580 ഇൻറ്റു 10/100 58. അതായത് 580 ഇൻറ്റു 10/100 is equal to 58. Okay, then next take half of this. ഇതിൻ്റെ ഹാഫ് 58ൻ്റെ ഹാഫ് എങ്ങനെ വരും? 58ൻ്റെ ഹാഫ് 58 into 1/2 that is equal to 29. Add the amount 2 and 3 to get 87. അപ്പോൾ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 87.
യെസ്, നമുക്ക് 2 എന്ന് പറഞ്ഞാൽ 10%, പിന്നെ നമുക്ക് 5% 29ആണ്. അപ്പോൾ 15 ആയില്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാഫ് പറയുമ്പോൾ 29. അതായത് 10% 58 ആണ്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് 29. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര വരുന്നത്? 87. ഓക്കെ, അപ്പോൾ നമുക്ക് 50% എന്ന് പറയുമ്പോൾ 87 വരും അല്ലേ? മനസ്സിലായല്ലോ, 87. അപ്പോൾ നമുക്ക് എത്ര ബില്ല് പേയ്യേണ്ടി വരും? ഡിസ്കൗണ്ടാണ് നമുക്ക് 50%. എത്ര കിട്ടിയത് നമുക്ക് ഡിസ്കൗണ്ട്? 87 ആണ്. അപ്പോൾ നമുക്ക് 577.80 നമ്മൾ ഒരു 87 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 495 കിട്ടും. 495 റുപ്പി. 495 റുപ്പി. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി. യെസ്, ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. എന്താണ് ഫസ്റ്റ്? നമുക്ക് എസ്റ്റിമേറ്റിംഗ് റൂളിലൂടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കൂ, 577.80 ആണ് ബില്ല്. ഡിസ്കൗണ്ട് 15% ആണ്. അപ്പോൾ നമ്മൾ എത്ര അടയ്ക്കേണ്ടി വരും? നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ആ ഡിസ്കൗണ്ട് എത്രയാണെന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് വേണ്ട നമുക്ക് അടച്ചാൽ മതി. അപ്പോൾ ഡിസ്കൗണ്ട് 50% ആണ്. അപ്പോൾ നമുക്കത് എസ്റ്റിമേഷനിലൂടെ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഈ 577.80 എന്ന് റൗണ്ട് ചെയ്യുക. നിയറസ്റ്റ് ടു 10ലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 580 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ 10% കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ 10% കാണാൻ? ഒരു എമൗണ്ട് 10% എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എത്ര കിട്ടി? 58 എന്ന് കിട്ടി. ഇനി നമുക്ക് 5% കൂടി വേണം. അപ്പോൾ ടോട്ടൽ 15 ആയില്ലേ. അപ്പോൾ ഈ 5 കിട്ടാൻ എന്ത് ചെയ്യണം? 10ന്റെ ഹാഫ് എടുക്കുക. 10%ന്റെ ഹാഫ്, അതായത് 58ന്റെ ഹാഫ്. 58ന്റെ ഹാഫ് എടുക്കുമ്പോൾ 29. അപ്പോൾ 5 ആയില്ലേ. 5% 29 കിട്ടിയില്ലേ. അപ്പോൾ ഈ 5% 29ഉം 10% 58 ആഡ് ചെയ്യുമ്പോൾ 15% ആയില്ലേ, 87. അപ്പോൾ അതാണ് ഡിസ്കൗണ്ട്. അതെന്ത് ചെയ്താൽ മതി? ടോട്ടൽ ബില്ലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? 495 എന്ന് കിട്ടും. ക്ലിയർ? അവിടെ കണ്ടോ നിങ്ങൾ? ട്രൈ എസ്റ്റിമേറ്റ് 20% ഓഫ് സെയിം ബിൽ. ട്രൈ ഫൈൻഡ് ദി 15% ഓഫ് 375. ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, വല്ല ഡൗട്ടും അതിലുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ, വാട്സപ്പിലൂടെ ത്രൂ വാട്സാപ്പ്. First 2 questions, the top, page number 122. Try estimating 20% of the same bill amount. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 577.80 എന്നുള്ള ബില്ല് എടുക്കുക. അതിൻ്റെ 20% ഈ ഒരു വേയിലൂടെ കണ്ടുപിടിക്കുക. എസ്റ്റിമേഷൻ റൂട്ടിലൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ്, പ്രൈസസ് റിലേറ്റഡ് ടു ബൈയിങ് ആൻഡ് സെല്ലിങ്. നമ്മൾ വിൽക്കുമ്പോഴും അല്ലെങ്കിൽ വാങ്ങുമ്പോഴും അതിൻ്റെ പ്രൈസുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇല്ലെങ്കിൽ അല്ലേ നമുക്ക് ലോസ്, നഷ്ടം ഉണ്ടാവാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 122 സോഹൻ ബോട്ട് എക്സാമ്പിൾ 5. Sohan bought a second-hand refrigerator for 2,500 rupee, then spent 500 rupee on its repairs and sold it for 3,300 rupee. Find the loss or gain percent. Very simple question. Daily life ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ തിങ്ക് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഒരു സെക്കൻഡ് ഹാൻഡ് റെഫ്രിജറേറ്റർ ആരോ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു റെഫ്രിജറേറ്റർ ആണ് നമുക്ക് എത്ര കൊടുത്താ വാങ്ങിയത്? സോഹൻ എത്ര കൊടുത്താ വാങ്ങിയത്? 2500 ആണ്. 2500 ആണ് അല്ലേ? സ്പെൻഡ് 500 ഓൺ ഇറ്റ് റിപ്പയർസ്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു? അതിന്റെ കുറച്ച് റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് ഒരു 500 റുപ്പി സോഹൻ ചെലവഴിച്ചു. റിപ്പയർ വർക്കിന് എത്രയാണ് ചെലവഴിച്ചത്? 500 റുപ്പി. എന്നിട്ട് സോൾഡ് ഇറ്റ് ഫോർ 3300. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? കൊടുത്തു. 3300 റുപ്പിയിൽ വിറ്റു. ഫൈൻഡ് ഹിസ് ലോസ് ഓർ ഗെയിൻ പേഴ്സൺ. ലാഭമാണോ അവിടെ നഷ്ടമാണോ? ലോസ് ആണോ അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കേട്ടോ. ലാഭമാണോ നഷ്ടമാണോ ഇവിടെ? ലോസ് ആണോ ഗെയിൻ ആണോ ഈ ഒരു സിറ്റുവേഷനിൽ? അതായത് സെക്കൻഡ് ഹാൻഡ് റെഫ്രിജറേറ്റർ 2500 വാങ്ങിയത്. എന്നിട്ട് അതിൽ കുറച്ച് റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് 500 റുപ്പി ചിലവഴിച്ചു. എന്നിട്ട് അത് എത്രയ്ക്കാണ് വിറ്റത്? 3300. അപ്പോൾ ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ ആണ് അല്ലേ? ബിക്കോസ് 2500 റുപ്പിക്കാണ് വാങ്ങിയത്, 500 റുപ്പിയ ചിലവഴിച്ചു. അപ്പോൾ എത്രയായി എമൗണ്ട്? എത്രയായി? 3000 അല്ലേ? 2500ഉം 500ഉം എത്രയായി? 3000 ആയി. എന്നിട്ട് എത്രയ്ക്കാണത് വിറ്റത്? 3300. അപ്പോൾ ഇവിടെ 300 റുപ്പി പ്രോഫിറ്റ് അല്ലേ? അതായത് ഗെയിൻ അല്ലേ? ലാഭമല്ലേ? 300 അല്ലേ? യെസ്. അതായത് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഓവർ ഹെഡ് എക്സ്പെൻസ് ആർ ആഡഡ് ടു ഗിവ് CP. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2500 പിന്നെ നമ്മൾ അതിനോടുകൂടി റിപ്പയർ വർക്കിന് വേണ്ടി ചിലവഴിച്ചതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടുക. 2500 റുപ്പി പ്ലസ് 500 ഇസ് ഈക്വൽ ടു 3000. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെയിൽ പ്രൈസ്, SP. സെല്ലിംഗ് പ്രൈസ് എന്ത് വരുന്നത്? 3300. ഓക്കെ, 3300. ഇവിടെ നോക്കൂ നിങ്ങൾ, SP ആണോ CP ആണോ കൂടുതൽ? സെല്ലിംഗ് പ്രൈസ് അല്ലേ കൂടുതൽ. അപ്പോൾ ഇവിടെ ഗെയിൻ ആണ്. ഇവിടെ നോക്കൂ, SP ആണ് കൂടുതൽ. SP ഗ്രേറ്റർ ദാൻ CP. ശരിയല്ലേ? 3300 ആണോ 3000 ആണോ കൂടുതൽ? SP ആണ് കൂടുതൽ. അപ്പോൾ SP ഗ്രേറ്റർ ദാൻ CP ആണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP minus CP. That is equal to 3300 minus 3000. That is equal to 300. Profit equal to 300. Okay, profit equal to 300. Profit equal to 300. അപ്പോൾ ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് 300 ആണെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 7th ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്താണ്? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര വരുന്നത്? 300. CP കോസ്റ്റ് പ്രൈസ് 3000 ഇൻറ്റു 100. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ.
equal to ton. Profit percentage ton percentage. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഓക്കെ. The next, then mark your homework. Exercise 8.1, page number 119, exercise 8.1. Second question. Fifth question. And sixth. 2, 5, 6. Okay. See you next class. Thank you.